കുപ്പികളെല്ലാം മാറ്റിക്കണം. കുപ്പിയെല്ലാം ഓടിയ കാണാൻ പറ്റും. കുഴപ്പമില്ല. സംസാരിക്കുമ്പോൾ ആ കുട്ടി അതിൽ എണീറ്റ് സംസാരിക്കാൻ തുടങ്ങാമല്ലോ അല്ലേ? എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ആത്മസഹോ സിനിമാ ടീമിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ ആത്മസഹോ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈ വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ്. സിനിമ കണ്ടവരൊക്കെ തന്നെ വളരെ നല്ല റിവ്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ബഹുഭൂരിപക്ഷം സിനിമകളും തിയേറ്ററിൽ വരുന്നത് ദി അൾട്ടിമേറ്റ് വയലന്റ് മൂവി എന്നുള്ളൊരു ടാഗ് ലൈനോടെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് തിയേറ്ററിൽ പോകുവാനോ സിനിമ കാണുവാനോ ആസ്വദിക്കാനും ഒന്നും സാധിക്കാത്തൊരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ മലയാള സിനിമയിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ളു തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഉതകുന്ന ഒരു സിനിമ എന്ന ഖ്യാതി നമ്മുടെ ആത്മസഹോ പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനും ഒപ്പം മറ്റ് ചില്ലറ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതൊരു ക്ലീൻ ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ സംസാരിക്കും. ഇന്നത്തെ ഈ പ്രസ് മീറ്റിലെ പാർട്ടിസിപ്പൻസിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യുകയും ഒപ്പം ഇതിലെ നായക തുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എൻ്റെ വലതുവശത്തിരിക്കുന്ന മിസ്റ്റർ ഗോപു കിരൺ സദാശിവൻ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒപ്പം നായിക തുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഗോപുവിൻ്റെ വൈഫ് മിസ്സിസ് ആഷിൻ കിരണാണ്. ഇവർ രണ്ടുപേരും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡാൻസേഴ്സാണ്. ചെന്നൈ സെറ്റിൽഡ് ആണ്. എനിക്ക് തോന്നുന്നു നർത്തക ദമ്പതികൾ, അതിൽ ഒരാൾ സംവിധാനവും ഒരാൾ നിർമ്മാണവും, രണ്ടുപേരും നായകരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു കോമഡി ഫ്ലേവറുള്ള ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ അരിസ്റ്റോ സുരേഷാണ്. ഇതിൽ ലിറിക്സും ഒപ്പം ഡയലോഗ്സും എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ശ്രീ സിനു സാഗർ. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് അപർണ. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവു മറവിലാണ്. അപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഗോപു ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഫിലിം റിലീസ് ചെയ്തത്. ഒരുപാട് ക്രീം ഓഫ് ആർട്ടിസ്റ്റുള്ള, അതായത് ബിഗ് സ്ക്രീനെന്നോ സ്മോൾ സ്ക്രീനെന്നോ ഭേദമന്യേ, കാരണം ഇപ്പം അറിയാമല്ലോ, കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്മോൾ സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ സീരിയൽ ആർട്ടിസ്റ്റാണെന്ന് ഒരു വേർതിരിവുള്ള സിറ്റുവേഷനിൽ ഞങ്ങൾ അതിനൊന്നും ചിന്തിക്കാണ്ട് ഞങ്ങൾ ആ കഥാപാത്രം മികച്ചതാക്കാൻ ആർക്ക് സാധിക്കും എന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഇതിനകത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ചെറിയ സിനിമയാണെങ്കിൽ കൂടെ ഒരു എല്ലാവർക്കും വളരെ പരിചിതരായിട്ടുള്ള, അതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആണ് അഭിനയിച്ചിരിക്കുന്നത്. അത് സിനിമ കാണുമ്പോഴറിയാം. അത് വളരെ പിന്നെ പ്രധാനപ്പെട്ട അജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു നായക തുല്യ കഥാപാത്രം എന്ന് പറയുന്നില്ല. ഇതിനകത്ത് രഞ്ജി പണിക്കർ സാറാണ് ഇതിൻ്റെ മെയിൻ ലീഡ് എന്ന് പറയണം, കാരണം സീനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മാത്രമല്ല, ഈ
സിനിമയിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും വന്ന് അഭിനയിച്ചിട്ടുള്ളവർക്ക് അത്രയും സ്ക്രീൻ സ്പേസും അവർ രജിസ്റ്റർ ആവുന്ന, അതായത് വന്നു പോയി എന്ന് പറയാൻ പറ്റത്തില്ല, രജിസ്റ്റർ ആവുന്ന രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും ഈ സിനിമയിലുള്ളത്. പിന്നെ 2 നല്ല പാട്ടുകളുണ്ട്. ആ പാട്ടുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സാണ് പാട്ടുകൾ എടുത്തിരിക്കുന്നത്. റോണി റാഫേലാണ് ചെയ്തിരിക്കുന്നത്. സിനു സഗറാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഫുൾ കോമഡി എൻ്റർടൈനർ. അത് മാത്രമല്ല, നമുക്ക് ഇന്നിപ്പം റിലേഷൻഷിപ്പ്, അതായത് അച്ഛനമ്മ, മകൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു ബോണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെയും കൂടെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അത് വന്നിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യോയോ മൂവി എന്നുള്ള കാറ്റഗറി അല്ല, പക്ഷേ ഒരു കലാമൂല്യമുള്ള, അതുപോലെ കുടുംബ ബന്ധങ്ങളെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ മൂവിയാണ് ആത്മസഹോ. അതുകൊണ്ടാണ് ആത്മസഹോ എന്നിരിക്കുന്നത്. സഹോ എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിൽ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മികച്ചതാക്കാൻ ഓരോ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഈ സിനിമ കാണണം. കാരണം നിറയെ നാളുകൾക്ക് ശേഷം ഒരു ഒരു സ്ട്രെസ് ഫ്രീ മൂവിയായിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജനറൽ റിവ്യൂസ് വന്നത് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ സംതൃപ്തരാണ്. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ആത്മസഹോ എല്ലാ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. കണ്ടവർക്കെല്ലാം വളരെ സന്തോഷത്തോടെ അവർ ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഇപ്പം സിനിമയാണ് എല്ലാത്തിനും കാരണമെന്ന് വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം തീർച്ചയായിട്ടും വിമർശിക്കുന്നവർ തീർച്ചയായിട്ടും ആത്മസഹോ കാണണം. ബന്ധങ്ങളുടെ കഥ പറയുന്നു, ഈ പറഞ്ഞ പോലെ നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥ പറയുന്നു, എങ്ങനെ ആയിരിക്കണം എന്നുള്ള എല്ലാം ഒരു തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ഒരു മോറൽ അതിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥകളും വരണം. ചെറിയ നമ്മുടെ ഒരു ചെറിയൊരു മൂവിയാണ് എങ്കിൽ പോലും പലരെയും അത് കണ്ടവർക്കൊക്കെ ഒത്തിരി അത് മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പല മൂമെൻറ്റ്സും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ വന്നാലാണ് നമുക്ക് അപ്പം ബന്ധങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൂല്യം നമുക്ക് ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് നിങ്ങൾ ഇത് അഭിപ്രായം പറയണം. ആത്മസഹോ ഒരു വലിയ പടം ആണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു ചെറിയ സിനിമ, കുടുംബസമേതം ഒരു 2-2.5 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ആചാരങ്ങൾ, മരണത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ, മരണത്തിന് ശേഷം ആത്മാവിൻ്റെ മോക്ഷം, അങ്ങനെ ഒരുപാട് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പോലും തമാശയിൽ കൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. എല്ലാവരും ഈ സിനിമ കാണണം. സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയാസിൻ്റെ വളരെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കാര്യം ഒരുപാട് പൈസ മുടക്കി ഒരു പ്രൊമോഷൻ, അതിൻ്റെ പരിശോധന നടത്താൻ പാവപ്പെട്ട പ്രൊഡ്യൂസർക്ക് നിവൃത്തിയില്ല. അത് പത്രക്കാരുടെ സഹായം തന്നെ ഇതിൽ പ്രധാനമായിട്ട് വേണം. ഈ സിനിമ ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു. നമസ്കാരം. എന്നെ സംബന്ധിച്ച് ആത്മസഹോ എന്ന സിനിമ എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. സംഭാഷണ രചനയ്ക്കായിട്ട് വന്ന എനിക്ക് അവിചാരിതമായിട്ടാണ് 2 പാട്ട് കൂടി കിട്ടിയത്. അതെന്തായാലും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. കാര്യം ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് വന്ന കുറേ കമൻസ് ഉണ്ട്. നേരിട്ട് പറഞ്ഞ് ഒറ്റ കേസേ ഉള്ളൂ. പഴയ കാലങ്ങളിൽ കേട്ട് മറന്നുപോയ പാട്ടുകൾ പുനർജനിക്കണം, അതിന് ഈ പാട്ട് ഉതകും. അതാണ് ഏറ്റവും കിട്ടിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. കാര്യം ഇപ്പോഴുള്ള പാട്ടുകൾ ആരും, നമ്മളൊരു ഉത്സവപ്പറമ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ പഴയ കാലത്തെ പാട്ടല്ലാതെ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പുതിയ കാലത്തെ പാട്ട് കേൾപ്പിച്ചു തരാൻ പറ്റുമോ? ആരും ഇടുന്നില്ല, മൈക്ക് സെറ്റിൽ പോലും ഇടുന്നില്ല. കാര്യം ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പാട്ടുള്ളതാണ്.
പിന്നെ ഈ ആത്മസഭയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു സംഭവം, ഇതിനകത്ത് നാടക ആർട്ടിസ്റ്റുകളുണ്ട്, സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്, ഫിലിം ആർട്ടിസ്റ്റുകളുണ്ട്. എന്തിനാണ് ഈ നടീനടന്മാരെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഇന്ന് സിനിമയിലും നിൽക്കുന്ന മിക്ക മെയിൻ താരങ്ങളും സീരിയലിലൂടെ അല്ലെങ്കിൽ നാടകത്തിലൂടെ വന്നവരാണ്. പിന്നെ ഇവർ ഈ ഫീൽഡുകൾ, ഇത് സീരിയൽ താരം, ഇത് നാടക താരം, അതെന്തിനാ അങ്ങനെ വേർതിരിച്ച് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. കാര്യം ഈ സിനിമ കാണുമ്പോൾ ഇതിനകത്ത് ഒരു എന്താ പാസിങ് ഷോട്ട് ചെയ്തിട്ടുള്ള ഒരാൾ പോലും അതിൻ്റേതായ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അഭിനയമല്ല, റിയാലിറ്റി എന്ന് എനിക്ക് പറയാൻ കഴിയുമത്. എന്തായാലും ജനം സ്വീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോയ ഷോയിൽ കുറേ ഈ +2 ടൈപ്പ് കുട്ടികളുണ്ടായിരുന്നു. ഒരു 10-12-20 പേരടുപ്പിച്ചുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പം അവർ മാർക്കോ സിനിമ ഇറങ്ങിയതിന് ശേഷം മാർക്കോയുടെ ഭയങ്കര ഫാനായിരുന്നു. ഞാൻ തിരിച്ചിറങ്ങി ചോദിച്ചു, നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മാമ ഞങ്ങൾ ചിരിച്ച് ഞങ്ങളുടെ ഊപ്പാട് വന്നു. പക്ഷേ ഈ കുട്ടികൾ ഈ സിനിമ സ്വീകരിക്കും, പക്ഷെ അങ്ങനെയുള്ള സിനിമ ഇറങ്ങണം. ഈ ഒരു സിനിമ അതിനോടൊരു പ്രചോദനമാവട്ടെ എന്നാണ് ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് ഇഷ്ടം, കാര്യം കുറേ നേരം ചിരിച്ച് കളിച്ച് രസിച്ച് അവർ പോയി. അവർക്കത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിട്ട്, എന്താ ചിരിച്ചു കൊണ്ടാണ് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ സിനിമയെ കുറ്റം പറയുന്നതല്ല ഞാൻ. മാർക്കോ പോലുള്ള സിനിമയും വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഇതേപോലുള്ള വയലൻസ് സിനിമകളെല്ലാം വേണം. അതിൻ്റെ കൂട്ടത്തിൽ ആത്മസഹോദയപ്പോലുള്ള കുറേ പടങ്ങളും കൂടെ ഇറങ്ങണമെന്നാണ് പറയുന്നത്. കാര്യം റിലാക്സ് ഉണ്ടാവണം. ഈ കുട്ടികളിൽ വയലൻസ് വരുന്നത് ഇങ്ങനെയുള്ള പടം കൊണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ചിലപ്പോൾ ഏറ്റെടുത്ത് കളയും. ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർ അതിനെ അനുകരിക്കും. ഇല്ലേ സാർ? അങ്ങനല്ലേ ചെയ്യുന്നത് സാധാരണ കുട്ടികൾ? അല്ലാതെ നമുക്ക് ഒരിക്കലും സിനിമ കണ്ട് ഒരാൾ മോശമാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും സിനിമ കണ്ടിട്ട് ഒരാൾ അങ്ങനെ മോശമാവുമെന്ന് പറയുന്നത് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ചില രംഗങ്ങൾ ചിലപ്പോൾ അനുകരിച്ചോളൂ. വിജയരാഘവൻ സാറ് പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. വിജയരാഘവൻ സാറ് പറഞ്ഞത്, എൻ്റെ കുട്ടി ഒരു തെറ്റ് ചെയ്ത അതിൻ്റെ കുറ്റക്കാരൻ ഞാനാണ്. മക്കളെ നല്ലപോലെ അച്ഛനമ്മമാർ വളർത്തിയ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകും. അതാണ് എന്തായാലും ജനങ്ങൾ ഇതൊരു ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് തെളിവാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാം. തുടർന്നും ജനങ്ങൾ ഈ സിനിമ കാണണം. കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അച്ഛൻ എന്താണ്, അച്ഛൻ നഷ്ടപ്പെട്ടാൽ ഉള്ള നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മൾ അച്ഛനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സിനിമ ഉതകുന്നൊരു സിനിമയാണ്. അതിലുപരി നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. നമ്മളെ ഓർത്ത് കളയുന്ന അച്ഛൻ്റെ ആത്മാവ്. അതെ, ഒരുപാട് രംഗങ്ങൾ അതെ. അതുമല്ല, നമ്മളെ ഓർത്ത് കരയുന്ന അച്ഛൻ്റെ ആത്മാവെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈ ആത്മാവ് കരയുന്നത് കാണുമ്പോൾ ചിലത് ഈ ചില മക്കളുണ്ടല്ലോ, അച്ഛനെയൊക്കെ ഒരുപാട് ഹാർഷായിട്ട് അച്ഛനോടൊക്കെ പെരുമാറുന്ന, അവർക്കൊക്കെ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാൻ തോന്നും. അങ്ങനെയുള്ള കുറച്ച് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അപർണ വിവേക്. എനിക്ക് ആത്മസഹോ എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. പക്ഷെ വളരെ സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം, ഞാൻ എന്നെ ഫസ്റ്റ് ടൈമാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അതിന് അവസരം തന്ന ഗോപുചേട്ടൻ്റെ അടുത്തും ആഷിൻ്റെ അടുത്തും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ക്യാരക്ടർ ശരിക്കും ഞാൻ ഈ 3ാമത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി എനിക്കും ചെയ്യാൻ പറ്റും. കോമഡി ചെയ്യുന്നത് അത്ര ഈസി അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് പറയാം. പക്ഷേ ശരിക്കും അരിസ്റ്റോ സുരേഷ് ചേട്ടനും നോബി ചേട്ടനും നെൽസൺ ചേട്ടനും ഇങ്ങനെ ഒരു വൻ ക്രൂവിൻ്റെ കൂടെ അവർക്കൊപ്പം നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് സത്യം ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിലും. ആൻഡ് അതിന് ജസ്റ്റിസ് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെയുള്ള, ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യണത്, എൻ്റെ കൊലീഗ്സൊക്കെ സിനിമ കണ്ടു. എല്ലാ പേർക്കും, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഹോൾ മൂവിയിലെ ഓരോ സീൻസും പറഞ്ഞിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇതൊരു ചെറിയ സിനിമ എന്ന് നമ്മൾ മേ ബി ബഡ്ജറ്റ് കൊണ്ടോ എന്തിൻ്റെ പേരിലാണെങ്കിലും, പക്ഷെ ഒരിക്കലും അല്ല, ഇതൊരു വൻ സിനിമയ്ക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന അത്രയും വാല്യൂസ് ഉള്ളൊരു സിനിമയാണ്. സീരിയസ്ലി, അത് ഒരിക്കലും ഞാൻ അതിലൊരു പാർട്ടായതുകൊണ്ട് പറയണമല്ല.
ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ പറയുന്നുണ്ട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു, കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു. സിനിമയിൽ ഒരിക്കലും സിനിമ മാത്രമല്ല, നമ്മൾ പണ്ടുള്ളവർ പറയും പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമ്മൾ മോശമാകുന്നതെന്നല്ല, വീട്ടിലിരുന്നാലും മോശമാവേണ്ട ആൾ മോശമാവും. സോ അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ ഒരു ഇൻഡസ്ട്രീനെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി കുട്ടികളുടേതാണെങ്കിൽ ഈ സിനിമ കാണിക്കണം. അതായത് വയലൻസും അടിയും ബഹളവും ഒന്നും അല്ല, നമ്മുടെ ഫാമിലി എന്താണ്, ഈവൻ പൊളിറ്റിക്സിൽ പോലും ഒരു എന്താ പറയുക, ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം, അത് ആൾക്കാർ എങ്ങനെയായിരിക്കും ആ നേതാവിനെ മുന്നോട്ട് ഈവൻ ആഫ്റ്റർ ഡെത്ത് അയാളെ നമുക്ക് എക്സാമ്പിൾ കുറേ ഉണ്ടാവും നേതാക്കൾ. സോ അത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഫുൾ ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മളിത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് ആയിട്ടുള്ളൊരു മൂവി അല്ല, നമ്മൾ എൻജോയ് ചെയ്ത്, പക്ഷെ അതിൽ ഓരോ കാര്യങ്ങളും ഫാമിലീൻ്റെ വാല്യൂ, പൊളിറ്റിക്കലി ഉള്ള വാല്യൂ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എല്ലാം, ഈവൻ റൊമാൻസ് പോലും അല്ലെങ്കിൽ സ്നേഹം പോലും, അതുവരെ നമ്മളിതിൽ ആത്മാർത്ഥമായിട്ട് ആത്മസഹോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചെറിയ വലിയ സിനിമയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പോയി കാണണം. താങ്ക് യു. അപർണ, അതുപോലെ തന്നെ അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് എങ്ങനായിരിക്കണം എന്നുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് സഖാവ് എങ്ങനായിരിക്കണം, അതാണ് രാഘവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അതെ, ഒരു പൊളിറ്റിക്കൽ ലീഡർ. അത് എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ നാട് നന്നായി, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അത് ആരെയും മോശമായിട്ട്, വേറൊരാളെ മോശമായിട്ട് എന്നുള്ളതല്ല, പക്ഷെ ജനറലി നമ്മൾ നാടിനെ സേവിക്കാൻ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി വാല്യൂസ്, ഡെഫിനറ്റ്ലി സഹോദരങ്ങൾ തമ്മിലുള്ള ബോണ്ട്, സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള ബോണ്ട്, അതിൽ സീരിയസ്ലി അതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ എത്രത്തോളം സ്നേഹമുള്ളതായിരിക്കണം, ഏതൊക്കെ നമ്മുടെ ഡൗൺ ഫേസിൽ പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു വൻ സിനിമയാണ്, ഇതൊരിക്കലും ഒരു ചെറിയ സിനിമയായിട്ട് ആരും കാണണ്ട, എല്ലാവരും പോയി കാണണം. എൻ്റെ അഭിപ്രായം ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ശരിവയ്ക്കും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ദേവിക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്വന്തം സാക്ഷാത്കരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം ഒരുപക്ഷെ ഇത് കാണുന്നവർക്ക് എനിക്ക് ക്യാരക്ടർ ചെറുതായിട്ട് തോന്നുന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു ബിഗ് ക്യാരക്ടറാണ് നമ്മൾ ഡയറക്ടർ സാറും പ്രൊഡ്യൂസർ മാമും തമ്മിൽ. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് താങ്കിനെ അറിയിക്കുകയാണ്. അപ്പോൾ അപർണ ചേച്ചി പറഞ്ഞ ഒരു ചെറിയ സിനിമയല്ല, അപ്പോൾ നമുക്ക് തന്നെ കാണാം ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഭയങ്കര ഫാൻഡമായിട്ടുള്ള ഫിലിം ആയിരുന്നുണ്ടെങ്കിൽ ഈ മീഡിയാസ് ഇത്രയും പേരല്ല ഇവിടെ നിൽക്കേണ്ടത്. ഇത് കവറിന് അപ്പുറത്ത് ഒരുപാട് മീഡിയാസ് ഇവിടെ ഉണ്ടായിരുന്നേന്. പക്ഷേ ഈ പോസ്റ്റർ കണ്ടിട്ട് ആ ഒരു സിനിമ വിലയിരുത്താൻ നിൽക്കരുതാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു കോമഡി ഫുൾ ത്രോട്ട് പോകുന്ന ഫിലിമാണ്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാ ഇമോഷൻസും ഒരുപോലെ കണക്ട് ആവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളുടെ ഈ കൊച്ചു വലിയ സിനിമ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കാണുക, വിജയിപ്പിക്കുക. ഓരോ ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും ഒരു രജിസ്റ്റർഡ് റോൾ കൊടുത്തപ്പോൾ ഈവൻ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയും രജിസ്റ്റർഡ് റോൾ കൊടുക്കാൻ ഒരു ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഡയറക്ടർ സാർ അങ്ങനെയല്ല, എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന രീതിക്കാണ് ഫുൾ ത്രോട്ട് ഫിലിം കൊടുത്തിരിക്കുന്നത്. അതിലൊരുപാട് താങ്ക്സ് ആണ് ചേട്ടന്. സോ എല്ലാവരും നമ്മുടെ ഫിലിം കാണുക, സപ്പോർട്ട് ചെയ്യുക, വളർന്നു വരുന്ന കലാകാരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ചേട്ടൻ ന്യൂ കമ്മർ ഡയറക്ടറാണ്. സോ അത് മുൻനിർത്തി ഒരുപാട് പേര് നെഗറ്റീവ്സ് മീൻസ് അടിക്കുന്നുണ്ട്. ഫിലിംസ് അപ്പം കാണണമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ടോ ഇത് ചെറിയ സിനിമയിലെ പുതിയ ഡയറക്ടറിലെ ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും മെയിൻലി ഉള്ളത്. കാര്യം ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഫാൻഡമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഈ മാർക്കോ പോലുള്ള കുത്ത് കൊല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഒരു നല്ല സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഞാൻ പറയാം, നമ്മുടെ ഫിലിം എന്തായാലും കാണുക, എന്തായാലും നിങ്ങൾ ബോറടിക്കൂല. ഫുൾ ത്രൂ ഔട്ട് കോമഡി, എല്ലാ ഇമോഷൻസും വന്നിട്ടുണ്ട്. സോ മാക്സിമം വാച്ച് ചെയ്യുക. താങ്ക് യു. എല്ലാവരും സംസാരിച്ച പോലെ ഇതൊരു കൊച്ചു വലിയ അങ്ങനെയല്ല, ഇതൊരു വലിയ സിനിമ തന്നെയാണ്. കാരണം മീഡിയാസിന് തന്ന ആ പ്രസ് റിലീസ് തന്നെ നോക്കിയാൽ മതി. അതിൽ രഞ്ജി പണിക്കർ, സുധീർ കരമന, നോബി, നെൽസൺ, ചന്തുനാഥ്, സിനോജ് വർഗീസ്, ജയകുമാർ, വിനോദ് കോവൂർ, ശ്രീകുമാർ, അതായത് ഹ്യൂമർ അതിൻ്റെ അങ്ങേയറ്റം പെർഫെക്ഷനിൽ ചെയ്യാൻ കഴിവുള്ള മലയാള സിനിമയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റുകളും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സിനിമയാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമൊക്കെ മ്യൂസിക് ചെയ്ത റോണി റാഫേലാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ടെക്നിക്കൽ സൈഡാണെങ്കിലും ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ക്യാമറ ഗൗതം ലെനിൻ. അപ്പോൾ എല്ലാ സെക്ടേഴ്സിലും ഹൈലി ടാലൻറ്റഡും ഹൈലി വാല്യൂ ഉള്ള ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ
രഞ്ജി പണിക്കർ സാർ ഒരു നല്ല ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതയുള്ള അഭിനയം കൊണ്ട് ആത്മാവാണ് എങ്കിൽ പോലും അല്ലേ ആ ക്യാരക്ടറിനെ അദ്ദേഹം വളരെ മികവുറ്റതാക്കിയിരിക്കുകയാണ്. അപ്പോൾ രഞ്ജി പണിക്കർ സാറ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം സിനിമ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആത്മാവും ചടങ്ങുകളും മരണാനന്തര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സമൂഹത്തിൽ എവിടെയും കാണുന്നതാണ്. എപ്പോഴും നമ്മുടെ വായിൽ നിന്നൊരു അറിയാതൊരു വാക്ക് വീണ് പോയി കഴിഞ്ഞാൽ അത് അതിൽ പിടിച്ചു തൂങ്ങുന്ന കടിച്ചു തൂങ്ങുന്ന ആൾക്കാരാണ് നമ്മുടെ കുടുംബക്കാരും സഹപ്രവർത്തകരും എല്ലാം. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അബദ്ധവശാൽ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അബദ്ധവശാൽ ഒരു വാക്ക് വീണു പോകും വായിൽ നിന്ന്. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു സംഭവം പൊളിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇത് വേറൊന്നല്ലേ, നമ്മുടെയൊക്കെ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊരു ആള് ഞാനാണോ, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അതിഭാവുകത്വം ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. പക്ഷേ റിയൽ സംഭവം നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ കാണുന്നത്, എന്താണ് അവർ നമ്മുടെ അടുത്ത് പ്രതികരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, അതൊക്കെ റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ശരിക്കും നർമ്മത്തിൽ ചാലിച്ചാണ് ഞങ്ങളത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി കൂടുതലായിട്ടുള്ള കുഴച്ചെടുത്ത് ശരിക്കും അതിനകത്ത് ചെറിയൊരു മേമ്പൊടിയായിട്ട് സങ്കടവും കൂടെ ചേർത്തിട്ടുണ്ട്. അതെ, കുറച്ച് സങ്കടവും ചേർത്തിട്ടുണ്ട്. സങ്കടം ചേർക്കേണ്ട കാര്യം ഇത് ഒരു ഗ്യാരണ്ടി ഞങ്ങൾ തരാം. അച്ഛൻ അമ്മ മക്കൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ മക്കളെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും, മക്കൾക്ക് അച്ഛനെ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും. ആ ഒരു അടുപ്പം ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. അങ്ങനൊരു പക്ഷെ ഇത് ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ ഏറ്റെടുക്കുന്നതിന് തുല്യമല്ല അച്ഛനമ്മമാരെ അവർ ഏറ്റെടുത്തു എന്ന് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഗോപിച്ചേട്ടനും പിന്നെ മാഡവും അശ്വിനും ഇവരുടെ എഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇന്ന് വരെ ഫിലിം ഫീൽഡ് കാണാത്ത എഫർട്ടാണ് അവരെടുത്തേക്കുന്നത്. ഭാര്യയ്ക്ക് സാധാരണ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഭാര്യയും ഭർത്താവിലേക്ക് അടിച്ചു പിരിഞ്ഞൊക്കെ പോകത്തില്ലേ, ഉറപ്പായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. രണ്ടുപേരും എന്താ പരമേശ്വരനെയും പാർവതിയെയും പോലെ എന്ത് വന്നാലും കൂടെയുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ വർക്ക്. അതാണ് ഏറ്റവും വലിയ, അതൊന്നും കൈയടി കൊടുത്തേ പറ്റുമോ അതിന്. കാര്യം അത്രയ്ക്ക് അത് അനുഭവസ്ഥനാണ്, ഞാൻ കണ്ടു പഠിച്ചതാണ്. ഓക്കെ, പറഞ്ഞു. മീഡിയാസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. അത് ആക്ച്വലി നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ഗുഡ് ബാഡ് അല്ലേ, നല്ലത് ചീത്ത. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം. അപ്പോൾ രണ്ടും കണ്ടാൽ ഇതിൻ്റെ വേർതിരിവ് മനസ്സിലാവുകയുള്ളൂ ഒരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തെറ്റായിട്ടല്ല കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻഫ്ലുവൻസ് ചെയ്തു എന്നല്ല പറയുന്നത്, പല സാഹചര്യങ്ങളുണ്ടാവാം. അതിലൊരു മീഡിയം മാത്രമായിരിക്കും മൂവി. അപ്പം ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഇങ്ങനെയുള്ള മറ്റുള്ള സിനിമകൾ വളരെ ഈ യൂത്തിനെ സ്വാധീനിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ്ങിനും കൂടെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, സമൂഹത്തിന് ഒരു മോറൽ ഇത് കൊടുക്കുന്ന മൂവികളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതല്ല, ഒരു ഉദ്ദേശമുണ്ട്. അതിപ്പം ഈ പറഞ്ഞ വയലൻസ് സിനിമകൾ കാണണം. കാര്യം ഇത്രയും വയലൻസ് ഇതേ രീതിയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ചില സംഭവങ്ങൾ കാണുമ്പോൾ അവർക്ക് അറിയാനും പറ്റും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതും വേണം അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ ഇത് ചിലപ്പോൾ ചിലരൊക്കെ അനുകരിക്കും. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ ഇപ്പോൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് മീഡിയാസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം കൊച്ചി കേന്ദ്രീകരിച്ച് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കൊലപാതകം, ഈ ഇടയ്ക്ക് തന്നെ വെഞ്ഞാറമൂട് നടന്ന സംഭവം എന്തോ, ചുറ്റിക കൊണ്ട് സ്വന്തം കൂടപ്പറപ്പിനെയും ബന്ധുക്കളെയും നികൃഷ്ടമായി അടിച്ചു കൊന്നു, കാമുകിയെ വരെ. ആർക്കെങ്കിലും പറ്റുമോ? അത്
എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ മരണം വരെ പെടഞ്ഞ് മരിക്കുന്ന ചുറ്റി കൊണ്ട് അടിച്ച് കാണുന്ന ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടായത് എന്ന് മുതലാണ്. ഇവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് മുതലാണ്. അതിന് പ്രചോദനമായ കാരണം എന്താണ്? അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത് സിനിമ ഒരു ഘടകമല്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അതുപോലുള്ള കുറേ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്നൊരു മീഡിയ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള സിനിമയും വേണം, ഇതുപോലെ കഥാതന്തുള്ള അല്ലെങ്കിൽ എന്തോ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സിനിമകളും വേണമെന്നുള്ളതാണ് ഞാൻ അതിലുദ്ദേശിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. മാർക്കൊക്കെ നല്ല കളക്ഷൻ നേടിയ പടമാണ്, നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ജനങ്ങൾ എടുത്തിട്ട് ഇതിനു മുമ്പ് കില്ലെന്നൊരു പടം വന്നിരുന്നു. ഇതിനു മുമ്പ് ഒരു ട്രെയിനിനകത്ത് നടന്നൊരു കൊലപാതകം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനുശേഷമാണ് ഈ പടങ്ങൾ വന്നത്. കില്ലെന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു. ഇപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ മകൻ ഈ ഒരു മീഡിയ വാർത്ത കണ്ടിട്ട് എൻ്റെ മകൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അച്ഛ ഈ സിനിമ ഉണ്ടോ എങ്ങനെ ചീത്തയായി പോകുന്നത്? അത് ചീത്തയാവുന്ന ആൾക്കാർ കാണും. അതിൽ 100ൽ 1-2 പേരോ ആയിരിക്കും അങ്ങനെ ചീത്തയാവുന്നത്. ഇല്ല, അതെ. അത് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് തെറ്റായ രീതിയിൽ പോകരുത്, നമ്മുടെ സമൂഹം പോകരുത്. ഇത് കണ്ടിതൊരു സിനിമയാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ അതിന് നല്ല വശങ്ങൾ, അതായത് നമ്മളൊരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? അല്ല, ഒരു ആവശ്യകത അങ്ങനെ പറയരുത്. ഇന്നത്തെ സിനിമയിൽ നല്ല വയലൻസ് ഉള്ള സിനിമകൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയാൻ വന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പം റീസെൻ്റായിട്ട് നടക്കുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇപ്പം എൻ്റെ മകൻ അച്ഛനമ്മയുടെ കൂടെ മകൻ എത്ര നേരം ഉണ്ടാവും വീട്ടിൽ? കൂടുതൽ നേരം അവൻ ചെലവഴിക്കുന്നത് സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലും ഒക്കെ ആയിരിക്കും കൂടുതൽ നേരം. കാരണം ഇന്ന് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ലൈഫാണ് നടക്കുന്നത്. അതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും മാറി. ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതിനകത്ത് രക്ഷിതാക്കളും ഉത്തരവാദികളാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് 2 അടി എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയാൻ പേടിക്കും, എനിക്ക് അടി കിട്ടിയെന്ന് പറയാൻ പേടിക്കും. അപ്പം നമ്മൾ പോയിട്ട് സാർ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അച്ഛനമ്മ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പറയുകയാണ്, നീ എന്ത് തെറ്റിയതെന്ന് ചോദിക്കും. ഇന്ന് അങ്ങനെയല്ല. ടീച്ചേഴ്സിന് പോലും, കാരണം ഞങ്ങൾ അധ്യാപകരാണ്, അതുകൊണ്ടാണ് പറയുന്നത്, പോയിട്ട് ഒരു കൊച്ചിനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂല, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന്. കാരണം അച്ഛനമ്മ എൻ്റെ കൊച്ചത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല എന്നുള്ള ഇതിനകത്ത് പോയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അടിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സൊസൈറ്റി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പോയിട്ട് നമുക്ക് കുട്ടിയെ തിരുത്താൻ പറ്റും? കാരണം അവന് പ്രൊട്ടക്ഷൻ കിട്ടണം ആദ്യമേ. പേടിയില്ല. ഞാൻ അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മൊത്തം കുഴപ്പമല്ല, നല്ല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ ആണ്. പക്ഷേ അധ്യാപകരുടെ കയ്യിൽ വടി തന്നെ വരണം. അല്ലല്ല, ഞാൻ ഇത് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുന്നത് അല്ല. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന്റെ കാര്യം സങ്കടപ്പെടുന്നതല്ല. ഞാൻ പറഞ്ഞത് സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ എന്തുകൊണ്ട് വെച്ചാൽ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാണ്. ഞാൻ പറയട്ടെ, ഇപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ US ട്രാവൽ ചെയ്യുന്നതാണ്, ഓപ്പണായിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ വെളിയിൽ പരസ്യമായിട്ട് കൊച്ചിനെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഇത് പറയാനോ സാധിക്കില്ല. പക്ഷേ അവിടുത്തെ കൾച്ചർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ജനിച്ച് വളരുന്ന ഇന്ത്യയിലാണ്. ഇപ്പം അവനവൻ്റെ കുട്ടിയെ തന്നെ ഇപ്പം എൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ അവനൊരു തെറ്റ് കാണിക്കുമ്പം ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല, ചിലപ്പോൾ അടി കിട്ടിയാലേ ആണ്. ഉണ്ട്, അച്ഛൻ പറഞ്ഞു കേൾക്കാത്ത ഒരു മകൻ്റെ അവസ്ഥ ഉണ്ട്. അതുമല്ല, പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഒരു മക്കൾ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അവരും ഈ പ്രായം എത്തണം. കുട്ടികൾ ആ പ്രായം എത്താൻ വേണ്ടി അതിനകത്ത് വളരെ ഒരു കോമ്പിനേഷൻ സിനോജ് വർഗീസും ചേട്ടനും രഞ്ജി പണിക്കർ സാറായിട്ടുള്ളുണ്ട്. ഈ തലമുറ എങ്ങനെ പോകുന്നു എന്ന് ഇപ്പൊ പ്രവചിക്കാൻ പറ്റുന്നില്ല എന്നൊരു വളരെ ശക്തമായിട്ടുള്ള ഡയലോഗുണ്ട്. സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇങ്ങനെയുള്ള സിനിമ വരുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പ്രതികരിക്കുന്നു, നിങ്ങളെല്ലാവരും പ്രതികരിക്കുന്നു. ഈ പ്രതികരിക്കുന്നവർ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു കുടുംബ ചിത്രമൊക്കെ വിജയിച്ചു എന്ന് വെച്ചോ, അപ്പോൾ അടുത്ത സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ തോന്നും, ചിന്തിക്കും. നമ്മൾ തന്നെയല്ലേ ഈ സിനിമകളൊക്കെ ഹിറ്റാക്കി കൊടുക്കുന്നതും, നമ്മൾ തന്നെയാണ് ഇത് ബ്ലോക്ക് ബസ്റ്റർ ആക്കി കൊടുക്കുന്നതും. അപ്പം നമുക്കും ഇതിൽ പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അടുത്ത 4 സിനിമ ഇതുപോലെ ഇറങ്ങും.
അതെ അതെ അതെ. അത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കിപ്പം വേറെ സ്ക്രിപ്റ്റഡ് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയാമോ, ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇപ്പം ഞാൻ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, പക്ഷേ ഞാൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് പറയണം. ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ഒരു അവസാനം റിലീസ് ചെയ്തതിന് ശേഷവുമുള്ള കഷ്ടപ്പാടുണ്ട്, വളരെ കഷ്ടപ്പാടുണ്ട്. ഇന്ന് വന്ന് ഓഡിയൻസ് ഒരു 100 സിനിമയിൽ 2 സിനിമയ്ക്കാണ് ആൾക്കാർ, അത് നല്ല സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ കാര്യം പിന്നെ പറയാം ഞാൻ. പക്ഷേ അതിനകത്ത് ഒരു പടം വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. ഞാൻ വിചാരിച്ചു, കാരണം ആസ് എ ന്യൂ കമ്മർ ഞാൻ പറയുകയാണ്, പ്രീ പ്രൊഡക്ഷൻ ആയിരിക്കും ഈസി എന്ന് വിചാരിച്ചു. അല്ല, ഷൂട്ടിംഗ് ആയിരിക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞു, സുഖം, ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു എവറസ്റ്റ് കയറുന്ന ഒരു പ്രതീതിയാണ്. അതിനുശേഷം റിലീസിന് തിയേറ്ററിൽ പോയി എങ്ങനെയാണ്? തലയുണ്ടോ? തലയുണ്ടോ? ഏത് തലയാണ്? എനിക്ക് ഞാൻ തല എന്ന് പറഞ്ഞാൽ എനിക്ക് ആജിത്തിനെ അറിയുള്ളൂ, തമിഴ്നാട്ടിലായതുകൊണ്ട്. സോറി, അങ്ങനെ അല്ല. അപ്പം അങ്ങനെയുള്ള നല്ല സിനിമ എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ ഓഡിയൻസിന് നമ്മൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള സിനിമകൾ കാണാനായിട്ട്. അത് ആരാണ് ചോദിക്കുന്നത്? അല്ലല്ല, ഒരിക്കലും ആക്ഷേപമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ അനുഭവിച്ചതാ പറഞ്ഞത്. ചോദിച്ച ആൾ തന്നെയാണ് ഉത്തരം പറയണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാരണം പാട്ട് ഇതിനകത്ത് 2 നല്ല പാട്ടുകളുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട്. എത്ര പേര് കേട്ടു എന്നറിയില്ല, വളരെ നല്ല പാട്ടുകളാണ്. നജീം അർഷാദ്, ഗായത്രി രാജീവ്, അങ്ങനെ നല്ല ആ പാട്ടുകൾ വളരെ നല്ല കോമ്പോസിഷൻസ് ആണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതാണ്. കാരണം എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാനൊരു കല കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ അസോസിയേഷൻ ആണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള വേറെ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും, അത് ബിഗ് സ്ക്രീനായാലും സ്മോൾ സ്ക്രീനായാലും ഒന്നേ ഉള്ളൂ, അഭിനയം. അത് മാത്രമേ ഞങ്ങൾ ആക്കാക്കുന്നുള്ളൂ. അത് ഞങ്ങൾ വന്നിട്ട് ഒരു ബിസിനസ് സൈഡിലേക്ക് പോകുമ്പം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടിയ ഒരു വ്യക്തിയുടെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജോബി സാറ്, അതായത് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഫൗണ്ടർ ജോബി സാറ്. അദ്ദേഹം തന്ന പോസിറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുന്നത് അതാണ് എനിക്ക് ഇനിയും ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു സിനിമ ഇറക്കി വിജയിപ്പിക്കുക എന്ന് പറയുന്നത്, അത് നല്ല സിനിമയാണെങ്കിൽ സ്വീകരിച്ചാൽ മതി, മോശം സിനിമയാണെങ്കിൽ സ്വീകരിക്കേണ്ട. പക്ഷേ അതിന് കാണുന്നതിന് മുന്നേ തന്നെ റിവ്യൂസ് വരുവാണ് പല സിനിമകൾക്കും. ഞാൻ കണ്ടതാണ്. അല്ല, നമ്മുടെ സിനിമയ്ക്ക് നല്ല റിവ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പറയുന്ന എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സമൂഹമുണ്ട്. ഞാൻ പലരും ഇരുന്ന് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ അവരുടെ സിനിമ മോശമായി പോയി. പക്ഷേ ഇനി എങ്ങനെ അവർ അടുത്ത സിനിമയിലേക്ക് വരും? അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് സിനിമ എടുക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചു എന്ന് ചോദിക്കും. പക്ഷേ ഇങ്ങനെയുള്ള റിസ്ക് എടുത്താൽ മാത്രമേ എല്ലാവരും വന്ന് ഉടനടി നമുക്കൊരു വലിയ ജിയോ പോലുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ സിനിമയിൽ നിന്ന് ആരംഭിച്ച് തന്നെയാണ് എല്ലാവരും വലിയ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമ കണ്ടിട്ട് അത് നല്ലതാണെങ്കിൽ വിജയിപ്പിക്കണം തീർച്ചയായിട്ടും. അപ്പോഴേ നമുക്കും അടുത്തൊരു പ്രോഡക്റ്റ്. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ആ ഇറങ്ങി ആ സമയത്ത് കളക്ഷൻ ഒന്നും ഞാൻ കണ്ടു. പടം മനോഹരമായ സിനിമയായിരുന്നു. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഇവിടെ അടുത്തൊരു തിയേറ്ററിൽ നിന്നാണ് കണ്ടത്, കോളേജ് പഠിക്കുന്ന കാലത്ത് ഇറങ്ങി. അപ്പോൾ അന്ന് കിട്ടാത്ത കളക്ഷൻ ഇന്നിറങ്ങിയപ്പോൾ കിട്ടുന്നെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആ ടൈപ്പ് സിനിമകൾ ഇപ്പോഴും ജനം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? അതല്ലേ ശരി? അല്ല, ആ പടം അന്ന് നല്ല ലെങ്തി സിനിമയായിരുന്നു. എക്സ്ട്രാ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. എക്സ്ട്രാ അല്ല, ഒരു മിനിറ്റ്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങളാണ് ആത്മസഹോദരങ്ങൾ. അനുയോജ്യവും അത്യാവശ്യവുമായ അനുയോജ്യവും അത്യാവശ്യവുമായ കാര്യങ്ങളാണ് ആത്മസഹോ പറയുന്നത്. അതെ, എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിട്ടില്ല. അവരവർക്ക് തിരക്കുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. ഇപ്പം ചിലർക്ക് തിരക്ക് മൂലമാണ് ഇവിടെ വരാൻ സാധിക്കാത്തത്. ഇപ്പം ഈ മീഡിയ മീറ്റ് മാത്രമല്ല, ഞാൻ ചെയ്ത എല്ലാത്തിനകത്തും വന്നിട്ടുണ്ട്. സുരേഷ് ചേട്ടനും വിനോദ് കോരേട്ടനും അങ്ങനെ കുറച്ച്
ഒരു 3-4 പേര് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അല്ല, ഒരിക്കലും അല്ല. അത് ഒരു കാര്യമുണ്ട്, ഒരു സിനിമ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിനിമ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്ത് അത് അവരുടെ ഇപ്പം ഈ സിനിമ നന്നായി കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ മൈലേജ്? ആർട്ടിസ്റ്റിനാണ് മൈലേജ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, എൻ്റെ അടുത്ത് ആരും ചോദിക്കുന്നില്ല. ഇപ്പം സുരേഷ് ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് വിടൂ, അവരെ വിടൂ. ഞാൻ മൊത്തത്തിലല്ല പറയുന്നത്. ആരും ഒരു പടം എങ്ങനെ പോകുന്നു ചോദിക്കുന്നില്ല. അടുത്തൊരു പ്രോജക്റ്റ് കഴിഞ്ഞു, അടുത്തതിലേക്ക് മൂവ് ചെയ്ത് പോകണു. പക്ഷേ കമ്മിറ്റ്മെന്റ് ഇല്ല, ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ ആ ഒരു കൺസെപ്റ്റ് മാറണം. ഒരിക്കലും ഞാൻ പറഞ്ഞില്ലല്ലോ, നല്ല തിരക്കുള്ള മനുഷ്യനാണ്. ഞാൻ ഇതുവരെ ഒരിക്കലും ഇല്ല. അങ്ങനെ അദ്ദേഹം ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കൊരു 10 പ്രാവശ്യം പറയാനേ സാധിക്കുള്ളൂ, ഏത് മനുഷ്യൻ്റെ അടുത്തായിരുന്നാലും. പക്ഷെ നമുക്ക് ആരെയും കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ആ ആ ആ അല്ലല്ല, ഞാൻ അത് പറഞ്ഞുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും നിലനിൽപ്പാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായില്ലേ? പക്ഷേ ഇന്ന് ത്രിതയ പ്രൊഡക്ഷൻസ് 4 പടം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനീ പറയാണ്ട് തന്നെ ചിലപ്പോൾ പ്രൊമോഷൻ എത്തും. ഇറ്റ്സ് ഞങ്ങളുടെ സ്മോൾ ഒരു കമ്പനിയാണ്, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ അതാണ് പറഞ്ഞത്. എൻ്റെ സിനിമയിലെ പ്രത്യേകത അരിസ്റ്റോ സുരേഷേട്ടനാവട്ടെ, വിനോദ് കുമാർ ആവട്ടെ, രഞ്ജിത്ത് സാറാവട്ടെ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. സാറ് വളരെ സീനിയർ ആയിട്ടുള്ളൊരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അല്ലേ? ഇപ്പം ഞാൻ അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്തിട്ടല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. ആ അത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നേരിട്ട്. കവിതയുടെ ഉത്തരം ഞാൻ പറയാം. കാരണം ഇപ്പോൾ ഈ ആത്മസഹയെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രൊഡക്ഷൻ അല്ല. ഇവരുടെ ഒരു മിനിമം ഇവരുടെ ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തി ഇവരൊരു കണക്കുകൂട്ടൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഫ്ലൈറ്റ് കൊടുക്കണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂംസ് കൊടുക്കണം, പിന്നെ റൂമിൽ നിന്ന് ഇവിടെ പ്രസ് മീറ്റിന് വരാനുള്ള വെഹിക്കിൾ കൊടുക്കണം, വെഹിക്കിളിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം സാധാരണ. അപ്പോൾ ഇവരുടെ വെഹിക്കിൾ ചെറിയ വെഹിക്കിൾ ആണെങ്കിൽ അതിൽ വരില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സോ കോൾ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്കുണ്ട്. അപ്പോൾ ഇവർ ചില സമയത്തൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് അവർ പറയും. പിന്നെ അവർ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം. അതിനിടയ്ക്ക് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും, അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര ചിലവുണ്ട്. അപ്പോൾ ഒന്നാമത് സിനിമ ഇറക്കിയ പാട് അവർക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ലിസ്റ്റിൽ കാണുന്ന ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവർ വലിയ പ്രൊഡക്ഷനാണ്, ഇവർ ഗോകുലം മാതിരിയുള്ള ഒരു വലിയ പ്രൊഡക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെല്ലാവരും സഹകരിക്കും. ഇതിപ്പം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊരു നടക്കുമ്പോഴത്തേക്കും ഈ മാതിരിയുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മാക്സിമം കോപ്പപ്പ് ചെയ്യാനേ നോക്കുകയുള്ളൂ. കാരണം അത് തന്നെ അവരുടെ ചെലവിൽ ഇവിടെ വന്ന് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്താൽ അവർ വളരെ സന്തോഷം. ഇതാണ് ഫാക്റ്റ്. ഡയറക്ടറല്ല, ഡയറക്ടർ വിളിച്ചാലും ഇപ്പോൾ ഇവരുടെ കേസിൽ ഒരു ഫാമിലി തന്നെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും. ഇത് എല്ലാവർക്കും ബാധകമല്ല. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഇതിനകത്ത് നല്ല ആർട്ടിസ്റ്റുണ്ട്. നമ്മൾ വിളിച്ച ഉടനെ വരുന്നവർ ചിലപ്പം അല്ല അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലപ്പം ചിലപ്പം ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉള്ളവരും ഉണ്ടാവും. ഇത് നമുക്ക് പിന്നെ വിളിക്കാനേ പറ്റുള്ളൂ. ഇതിലിപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളെ നാളെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക, അതേ ഉള്ളൂ. വേറൊന്നും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഇതിപ്പം ആത്മസഹയുടെ കാര്യം ഞങ്ങൾ പറയാം. ആത്മസഹയിൽ വന്നപ്പം സത്യത്തെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങിയാണ്. കാരണം ഇതൊരു
ഇതിൻ്റെ സ്ട്രോങ് ഇത് കഥയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഇനിയും മുന്നോട്ട് വരാൻ ജനങ്ങൾക്ക് ഇനി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൗത്ത് ടു മൗത്താണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയവർ 10 പേരോട് പറയുകയാണ്. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ഇറങ്ങിയേനെ. അതുപോലെ 5 പടം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെയും 1 പടം ചെയ്ത ഒരു പ്രൊഡ്യൂസറിനെയും ഈ ആർട്ടിസ്റ്റുകൾ ഒരേ കണ്ണിലാണോ കാണുന്നത്? 5 പടം ചെയ്തവൻ വീണ്ടും 10 ചെയ്യും, ഈ 1 ചെയ്യുന്നവൻ 2 ചെയ്യുള്ളൂ എന്നുള്ള ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ട്. അത് ഇതിനകത്തൊരു ഘടകമാണ്. അല്ല പറഞ്ഞോളൂ. ആ ആ അതെ, തീർച്ചയായിട്ടും അതെ അതെ. ഇല്ല, ഞാൻ ഈ കാലത്ത് എല്ലാവരുടെ കയ്യിലും 24 മണിക്കൂർ ഭക്ഷണം കഴിച്ചാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എടുത്തു നോക്കുന്നത് എന്താണ്? ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാൻ വളരെ ജൂനിയറായിട്ടുള്ളൊരു പേഴ്സണാണ് ഫീൽഡിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാനിതാണ്, എനിക്ക് ഇപ്പോൾ ഓരോരുത്തർ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ആരുടെ അടുത്താണെങ്കിലും. അല്ലെങ്കിൽ ഒരു പടം വരണം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്നെപ്പോലെയോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നവർ എല്ലാവരും ഫുൾ എമൗണ്ടും ഇതും വെച്ചിട്ടല്ല ഒരു പടം ക്രിയേറ്റ് ചെയ്യണത്. അതിനകത്ത് ഒരുപാട് സ്ട്രഗിളുണ്ട്. കാരണം അടുത്ത പടം പോകുമ്പോൾ എനിക്ക് A to Z വർക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ആ ആ ആ ആ എഗ്രിമെൻ്റ് ഒന്നുമില്ല, അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ അല്ല ഒരാൾ അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷന് വരണം എന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? അതെ, കറക്റ്റ്. എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന്. രണ്ടാമത് ആഷിൻ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങുമായിരുന്നു എന്ന് അവർ പറഞ്ഞത്, അവർ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയുടെ വിജയത്തിന് വേണ്ടിയില്ല. അവരുടെ ഉള്ളത് നല്ലൊരു എന്താ പറയുക ഗുണമേന്മയുള്ളൊരു ഉൽപ്പന്നമാണ്. അത് വിറ്റഴിക്കാൻ പറ്റും എന്നുള്ള ധൈര്യം അവർക്കുണ്ട്. ഇനി എത്ര വലിയ കൊമ്പനായിട്ടുള്ള ആർട്ടിസ്റ്റായിരുന്നാലും എത്ര വലിയ പ്രൊമോഷൻ നടത്തിയാലും പൊട്ടിപ്പോയിട്ടുള്ള സിനിമകളില്ലേ? ഉണ്ട് ഇല്ലേ? വീണുപോയിട്ടുള്ള സിനിമകളില്ലേ? ഇവിടെ കൊടിവെച്ചും ആകാശത്തിൻ്റെ മുകളിൽ കയറിയൊക്കെ നടത്തിയിട്ടുണ്ട് പ്രൊമോഷൻ. എത്ര സിനിമ വീണുപോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എടുത്തു പറയുന്നത് ആത്മസഖോ എന്ന് പറയുന്നത് ഇക്കാലത്തിന് അത്യാവശ്യമായ ഒരു കുടുംബ ചിത്രമാണ്. അത് പ്രേക്ഷകർ സ്വീകരിക്കാൻ അവരിലേക്ക് ഈ സിനിമയെ ഒന്നെത്തിക്കാൻ നിങ്ങളുടെ മീഡിയാസിൻ്റെ സഹായമാണ് ഞങ്ങൾ നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുന്നത്. അതിന് നിങ്ങളുടെ സഹായം വേണം. ഹലോ, നിങ്ങളുടെ സഹായം വേണം. അതെ, ആ ആ ആർട്ടിസ്റ്റ് ഇപ്പം ഞാനും ഒരു ഡാൻസറാണ് ബേസിക്കലി. തമ്മിൽ അടുപ്പിക്കുന്നില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ളതല്ലേ അല്ലേ? ആർട്ടിസ്റ്റുകൾ എന്ന് പറയല്ല. കാരണം എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ റെസ്ട്രിക്ഷൻസ് എനിക്കറിയണം. എന്ത് പറയാൻ പാടുണ്ടോ, എന്ത് പറയാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരെല്ലാവരും നല്ലവരല്ലല്ലോ. അല്ല, അപ്പൊ കഥാപാത്രത്തിന് ചോദ്യമില്ലേ അതില് ആർട്ടിസ്റ്റിന് പ്രതിബദ്ധത ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ചെയ്തതാണ് ഒരു ആർട്ടിസ്റ്റിന്. അതെ, ചിലപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അവര് അവിടെ ക്യാരക്ടർ അല്ലേ വന്നത്. അതെ, അല്ലല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഐഡന്റിറ്റി ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ ഇപ്പം എന്നെ കൊണ്ട് അടി ഉണ്ടാക്കി ഇല്ല. ഞാനിപ്പോൾ എനിക്ക് ഞാൻ സ്ക്രീനിൽ കണ്ടാലും ഞാൻ ഡയറക്റ്റായിട്ട് ഇതുവരെയും കണ്ടിട്ട് പോലുമില്ല. അത് ഇപ്പം ഓരോരുത്തർ ഇപ്പം ചോദ്യം ചോദിച്ച ആള്, നിങ്ങൾക്ക് ഒരു സിനിമ കാണുമ്പോൾ ഇപ്പം 10 പേര് സിനിമയ്ക്ക് കയറുമ്പോഴത്തേക്കും 10 പേർക്കും ചിലർക്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് പറയാം. ചിലർക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു, ചിലർക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, അടുത്ത ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കമൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ തലയ്ക്കകത്ത് പോകുന്നുണ്ട്, നല്ലതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഇതിന് വന്നിട്ട് ഒരു ആർട്ടിസ്റ്റിന്, കാരണം പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള ഞാൻ ഒരു ഓപ്പണായിട്ട് പറയാം,
പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഹീറോ. ഒരു പ്രൊഡ്യൂസർ അത് ചിലപ്പം ചോദിക്കും അത്ര റിസ്ക് എടുത്ത് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോയെന്ന്. അങ്ങനെ റിസ്ക് എടുത്ത് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് സിനിമകൾ ഇത്രയും എത്ര സിനിമകളാണ് ഈ ഇടയ്ക്ക് നമുക്ക് ഒരു വർഷത്തിൽ ഇറങ്ങിപ്പോയി വന്നുകൊണ്ടിരിക്കുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള. ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയണത്, എല്ലാ വലിയ പ്രൊഡ്യൂസേഴ്സും സ്മോൾ പ്രൊഡ്യൂസേഴ്സും ബിഗ് പ്രൊഡ്യൂസേഴ്സ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. അപ്പം എല്ലാവരും ആ റിസ്ക് ഫാക്ടർ ഉൾക്കൊണ്ടാണ് നമ്മൾ ഒരു പടം എടുക്കുമ്പോൾ ഒരിക്കലും മോശമാവണമെന്ന് വിചാരിച്ചല്ല ആരും സിനിമ എടുക്കുന്നത്. ചിലപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴാണ് നമുക്ക് കാണുന്നത്. മനസ്സിലാവുണ്ടോ? ഇപ്പം ഞാനിത് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വർക്കിനെ ഞാൻ വിമർശിക്കും. ഇന്ന സ്ഥലത്ത് അടുത്ത വർക്കിൽ വരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യണം. പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഇത് കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. ഒരു കാര്യവും ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമല്ല. ഒരു സ്ക്രീനിൽ 1.5 മണിക്കൂർ കൊണ്ട് റിവ്യൂ പറഞ്ഞ് കഴിയും. പക്ഷേ അതിനുള്ളിൽ പിന്നിലുള്ളൊരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ സ്ക്രീനിൽ. കാരണം ഞാൻ A to Z കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തതുകൊണ്ടാണ് എനിക്കത് അറിയുന്നത്. ഞാൻ ആരെങ്കിലും വെച്ച് പോയി ചെയ്തോന്ന് പറഞ്ഞ ആളല്ല. അത് എൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇതിനകത്തല്ലാനുള്ള കുറച്ച് സാധാരണക്കടയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇപ്പോൾ കയറി വരുന്ന അവരൊക്കെ മാക്സിമം ആത്മസഹോദരൻ സിനിമയെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് ജോസേട്ടൻ എന്ന് പറഞ്ഞ്. ജോസേട്ടാ നമ്മുടെ ലേറ്റായി ജോസേട്ടൻ ഇപ്പോഴാണ് കണ്ടത്. ജോസേട്ടാ നമ്മുടെ സിനിമയിലൊരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ്. വരാൻ അല്പം വൈകി. നീ അങ്ങോട്ട് ജോസേട്ടാ അവിടെ നിന്ന് പറയാൻ പറ്റില്ല. താങ്ക് യു ഗോപു. എൻ്റെ പേര് ജോസ് ജോൺ. ഞാൻ ഈ സിനിമയുടെ ശരിക്കും ഒരു അഭിനേതാവായി മാത്രം വന്നൊരു വ്യക്തിയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസാകാൻ പോകുന്ന ഒരു സമയം, ഏകദേശം ആ സിനിമയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് 20 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി മാറി. കാരണം നേരത്തെ പറഞ്ഞ ചാലഞ്ചസ്, ഈ പറയുന്ന പോലെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അതിൽ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയ ടാസ്ക്കാണ്. കാരണം അത് ഒരു രീതിയിൽ നമ്മളത് ശ്രമിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ വരും. സിനിമ എന്ന് കേൾക്കുമ്പോൾ നാച്ചുറലി എല്ലാവർക്കും എനി വൺ ഗെറ്റ്സ് എക്സൈറ്റഡ്. കാരണം ഒരു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഏതെടുത്താലും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് മൂവി. പക്ഷേ ഈ നേരത്തെ പറയുന്ന പോലെ അതിൻ്റെ പുറകിലെടുക്കുന്ന എഫേർട്ട്, ഒരു വിഷ്വൽ കാണുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഒരു സീരിയൽ ക്വാളിറ്റി. എന്താ സീരിയലിന് കുഴപ്പം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നേരത്തെ പറയുന്നത് സീരിയലായാലും സിനിമയായാലും അഭിനയമാണ്. ഞാൻ നാടകത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എൻ്റെ ബേസിക്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങുന്നത് പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന ഒരു വലിയ നാടക ഡയറക്ടർ. എല്ലാവർക്കും അറിയാം, ലാലേട്ടനെ വെച്ച് ഛായാമുഖി ചെയ്ത പ്രശാന്ത് നാരായണൻ്റെ MT വാസുദേവൻ നായർ സർ ചെയ്ത ആളുടെ 12 നോവലുകൾ ചേർത്തിണക്കി മഹാസാഗരം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത 12 നോവലുകളിൽ 3 പ്ലേ ഞാനും സുരഭി ലക്ഷ്മി എല്ലാം കൂടെ ചെയ്തു. അപ്പം നാടകത്തിൽ ഞങ്ങൾ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പം ഫേസ് ചെയ്ത വലിയ ചാലഞ്ചസ്. അന്ന് മുതൽ നമ്മൾ അഭിനയം എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കൊണ്ടു നടന്നു. അപ്പോൾ ഇവരുടെ ഒരു സിനിമയുടെ ഒരു എങ്ങനെ പറയാം, ഒരു എംപ്ലോയി ആയിട്ട് വന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു പാർട്ടായിട്ട്, ഒരു ആക്ടറായിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒത്തിരി പ്രഷറുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദീപു കരുണാകരൻ ഞാൻ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ അവൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഗോപി ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഞങ്ങൾ എല്ലാ ദിവസവും, എനിക്കാണ് ഒരു 24 മണിക്കൂറിൽ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ 20-25 ദിവസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും പല രീതിയിലായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, നല്ല മനുഷ്യരും ഉണ്ട്. കാരണം അത്രയും സ്ട്രഗിൾ നമ്മൾ ഫേസ് ചെയ്ത് തിയേറ്ററിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് എത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വന്ന വാഗ്ദാനങ്ങൾ, ഓഫേഴ്സ്, സെയിങ് അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഒന്നും നടക്കുന്നില്ല. ആ ഡേറ്റ് എത്തി, സിനിമ റിലീസാവുന്ന ഡേറ്റ് എത്തുമ്പോഴും നടക്കുന്നില്ല. അവിടെയൊക്കെ ഞങ്ങളെ ഞെട്ടിച്ചൊരു മനുഷ്യനാണ് ജോബി ജോർജ്. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് പറയാതിരിക്കാൻ പറ്റില്ല. പേഴ്സണലി അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വിളിച്ചു, 1 മണിക്കൂർ ഞങ്ങളോട് സംസാരിച്ചു. ആ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്ര മനോഹരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ബേസിക് റീസൺ. കാരണം ആ മനുഷ്യൻ തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. മോനെ, സിനിമ എന്ന് പറഞ്ഞാൽ 100 രൂപ ഇറക്കിയിട്ട് എനിക്ക് 101 രൂപ കിട്ടിയാൽ ഹാപ്പി ആവുക. 100 രൂപ ഞാൻ ഇറക്കി 1 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ, ബി ഹാപ്പി. കാരണം എന്നിട്ട് നിർത്തരുത്, കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്, വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് എല്ലാവർക്കും പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഈഗോ ആണ്.
ബേസിക് ഇൻട്രസ്റ്റ് ഇഷ്യൂ ഇസ് ഈഗോ. കാരണം എൻ്റെ സിനിമ നന്നായി, മറ്റൊരാളുടെ നന്നാവാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു നന്നായി, എൻ്റെ നന്നായില്ല. ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് പലപ്പോഴും ഈ പറയുന്ന ഹെൽപ്പിംഗ് തോട്ട് നമുക്ക് മിസ് ചെയ്തു പോകുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ചാലഞ്ചസും ജൂൺ മുതലുള്ള സ്ട്രൈക്ക് ഇതെല്ലാം നമ്മൾ ഘോരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും സിനിമ നിന്നൊന്നും പോകില്ല, അത് പേടിക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. സിനിമ എന്തെന്നറിയാതെ ഇപ്പം ഞാൻ ഒത്തിരിയേറെ സ്ക്രിപ്റ്റുകൾ അടുത്ത് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന സ്ക്രിപ്റ്റുകളിൽ എനിക്ക് കൊണ്ടുതരുന്നുണ്ട് ആസ് നമുക്ക് അറിയുന്ന ആൾക്കാരോട്. അപ്പോൾ അവർ അതിൽ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമയെ കലയായി സ്നേഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ വേണം. സിനിമയെ ശരിക്കുള്ള യഥാർത്ഥ കലയായി സ്നേഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ വേണം. കാരണം അതിന് പ്യോർ ബിസിനസ് വേണം, അതൊരു ബിസിനസ് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ മറ്റ് ഇൻട്രസ്റ്റുകൾ താല്പര്യപ്പെടുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട. ഇത് എടുത്തു പറയണം. ഞാൻ കാലിക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളൊരു ഫിലിം വർക്ക് ചെയ്യുന്നുണ്ട്, വി ആർ വർക്കിംഗ് ഓൺ എ ഫിലിം. അപ്പോൾ അത് തരുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, അത് ആ സിനിമയായിട്ട് അതിനെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ വേണം. അങ്ങനത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ വിഷയം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ടാമതൊരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് പലപ്പോഴും കില്ല് ചെയ്ത് പോകുന്നു. അതിലൊരു ഭാഗമാണ് ഈ പറയുന്ന താരങ്ങൾ. ഇപ്പോൾ അരിസ്റ്റോ ചേട്ടൻ വളരെ എന്താ പറയുക, ഏത് മൊമെൻറ്റിലും ഞാൻ അരിസ്റ്റോ ചേട്ടൻ്റെ വിഷ്വൽസ് എവിടെ വന്നാലും ഭയങ്കരമായിട്ട് സ്പിരിറ്റ്ഫുള്ളി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്തിട്ടല്ല ഈ വന്നിരിക്കുന്നത്. ഒരു വാക്കിൽ വിളിച്ചാൽ ഓടി വരും. അല്ല ഞാൻ അല്ല, വലിയ സത്യം തന്നെയാണ്. അതെന്ത്, അദ്ദേഹത്തിന് നല്ല റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ഇത് അവർ മാത്രമല്ല, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം ഇതിനകത്തൊരു 50 എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫിലിം, സീരിയൽ എല്ലാം റിലേറ്റ് ചെയ്ത് ഒരു 100 ആർട്ടിസ്റ്റുകളുണ്ട്. ഒരേ സമയത്ത് ഒരു ഫ്രെയിമിലൊക്കെ 40 പേര്, ഇല്ലാത്ത ഒരൊറ്റ ഫ്രെയിമില്ല, 100 പീപ്പിളൊക്കെ ഒറ്റയടിക്ക് സ്ക്രീനിൽ നിൽക്കുകയാണ് ഒരേ സമയത്ത്. ഇതെല്ലാം ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻസ് വരുമ്പോൾ മാത്രം ഈ പറയുന്ന പോലെ ഡിമാൻഡ്സ്, പൈസ, ആരണോ. ഇതിൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രേ പറയുള്ളൂ, ഇവരെല്ലാവരും തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ആര് വിളിച്ചാലും ഓട്ടോ പിടിച്ചു വരും, എവിടെയാണെങ്കിലും വരും, കഷ്ടപ്പെട്ട് വരും, പ്രൊമോഷൻ ചെയ്യും. ഒരു 3 ഫിലിം ഹിറ്റായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്ന നിയമം, എനിക്ക് ആ ഹോട്ടൽ വേണം, എനിക്ക് ഇത് വേണം, അത് വേണം. കാരണം ഇതെല്ലാം നമ്മൾ പുറകിൽ നിന്ന് ഒത്തിരി മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ ഒത്തിരി ആധികാരികതയുണ്ട്. പേഴ്സണലി നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട്, പേഴ്സണലി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാത്ത ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അവരോട് ഈ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ കുറച്ച് ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് മെജോറിറ്റി. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരാൾ എന്നോട്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പം ലോണിന് വന്നു. അതൊരു ആർട്ടിസ്റ്റാണ്. ചോദിക്കുന്നത് എന്തിനാണ്, വലിയൊരു കാറ് വേണം. എന്തിനാ അത് കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ. ഇത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ശ്രദ്ധകളൊക്കെ സത്യം പറഞ്ഞ ഇമ്മെറ്റീരിയലാണ്. എത്രയോ വലിയ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ 7 ദിവസം കൊണ്ട് ഹോൾഡ് ഓവർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പം നമ്മൾ അങ്ങനെ ഇപ്പം കമ്പയർ ചെയ്യുന്നില്ല. വളരെ എക്സ്പെർട്ടായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ആൾക്കാർ വന്ന് സിനിമ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീയിങ് എ സ്റ്റാർട്ടർ, ആത്മസഹോയ്ക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട്. കാരണം അതിൽ രജി പണിക്കർ സാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആ സിനിമ ഒന്ന് കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നതാണ്, ഈ തലമുറ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലൊരു ഡയലോഗാണ്, സിനോജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ്. അതിൽ എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ സ്റ്റോറീസിൻ്റെയും കണക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ്, ഓൾ ദീസ് തിങ്സ്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഇല്ല. പാർട്ടി ചിത്രമാണെന്ന് ദയവീത് തെറ്റിദ്ധരിച്ച് വെട്ടും കുത്തുമൊന്നുമില്ല, ചിരിക്കാൻ മാത്രമേ അതിനകത്തുള്ളൂ. വളരെ മനോഹരമായിട്ട് അത് എടുത്തിട്ടുണ്ട്. കാരണം തെറ്റിദ്ധരിക്കരുത്, കാരണം പലരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു പാർട്ടി ഫിലിമാണെന്നൊരു ഫീലിംഗ് വന്നു. പാർട്ടി ഫിലിം ആണ്, പാർട്ടി അതിനകത്ത് കണക്റ്റഡ് ആവുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ എന്താ പറയുക, നല്ല രസകരമായ ഒരു സിനിമയാണ്. പിന്നെ കുറച്ച് വ്യത്യസ്തതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ 3 ആത്മാക്കളുടെ സ്റ്റോറിയും കൂടിയാണ്. അതാണ് ആത്മാക്കളായ 3 സഹോദരങ്ങൾ. നല്ല രസമാണ് അത്. ശരിക്കും അത് ഫ്രെയിമിൽ വരുമ്പോൾ നിങ്ങളത് കാണുമ്പോഴും ഒത്തിരി കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സിനിമ നന്നായി വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നന്നായി മുമ്പോട്ട് പോകട്ടെ. ഗോപുനും ത്രിദേവ് പ്രൊഡക്ഷൻസിനും എൻ്റെ ആശംസകൾ. ആസ് സച്ച് ഈ മൂവി പ്രൊമോട്ട് ചെയ്യണം, കാരണം നല്ലൊരു ഇതാണ്. അതും നമുക്ക് താങ്ക്സ് ടു PVR. കാരണം PVR പോലത്തെ സ്ക്രീൻസൊക്കെ നമുക്ക് ഏരിസ് ഫ്ലെക്സും എല്ലാം തരുമ്പോൾ നാച്ചുറലി ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അതുപോലെ വരില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ കീ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നെടുമങ്ങാടുണ്ട്, ഒത്തിരി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക, കുടുംബ ചിത്രങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇനി വേണ്ടത് അതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ബന്ധങ്ങളെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ ഇനി നമുക്ക് തിരിച്ചു വേണ്ടത് അതാണ്. പഴയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ വാല്യൂസ് തിരിച്ചു കൊണ്ടുവരണം. അതിന് പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ എല്ലാ ആശംസകളും.
പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ വരുമെന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ പറഞ്ഞത് ഇത് സിനിമ, ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. അപ്പം ഇതൊരു കലയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അല്ലാതെ വേറെ ഇത് എന്താ. അതുകൊണ്ട് ഞാൻ പറയാം, ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വരുമായിരുന്നു പ്രൊമോഷന്. അതാണ് ഈ ആത്മസഹോയ്ക്ക് ഞങ്ങൾക്ക് അത്ര വിശ്വാസമുണ്ട്. കാരണം നമ്മൾ വിമർശിക്കുന്നു, നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ വിജയിപ്പിക്കും. ഞങ്ങൾ ഈ സിനിമ ചെയ്തില്ല, ശരി വേറെ ആരെങ്കിലും വന്ന് ചെയ്തിരുന്നെങ്കിലും നമ്മൾ എല്ലാവരും നമ്മളടങ്ങുന്ന 1, 2, 3 അതാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 1, 2 സിനിമകൾ വിജയിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമകൾ വരും. നമ്മൾ തന്നെയാണ് ഹിറ്റാക്കി കൊടുക്കുന്നത്, അതാണ് പറഞ്ഞത്. അപ്പം എല്ലാത്തിനും കാരണം നമ്മളും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ കാണണം, എല്ലാവരും കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചോദിക്കൂ. ബാക്കിയുള്ള അത് ഇപ്പം ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഈ സിനിമ ആരംഭിക്കുമ്പോൾ ഞാൻ കഥ പറഞ്ഞത് എൻ്റെ വൈഫിനോടാണ്. ഞാൻ ഇത്രയും പേര് എൻ്റെ കൂടെ ഉണ്ടാവും നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ സിനിമ ഞങ്ങൾ നിർമ്മിച്ചതും. ഇതെല്ലാം ഈ ബോണ്ടിങ് എല്ലാം ഉണ്ടായത് എനിക്ക് നിറയെ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്നുള്ളൂ. ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല, മനസ്സിലാവുന്നുള്ളൂ. ചിലപ്പോൾ നാളെ ഞാൻ അടുത്ത പടം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് നേരം കൊണ്ട് ഞാൻ തിരിക്കുകയാണ്. നിങ്ങൾ 2 പേരും ആര് വന്നില്ലെങ്കിലും നിങ്ങൾ വരും, ആര് വന്നില്ലെങ്കിൽ നിങ്ങൾ വരും. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം ആർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഡയലോഗ് അടിക്കുന്നത്. ഇല്ല, നിരാശയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അതിന് എല്ലാവരും പറഞ്ഞത് ഇത് ഞാൻ പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഉത്തരവാദിത്വം ഉണ്ട്. അത് ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളവർ വന്നില്ലേ പറയണം. അപ്പൊ നമ്മളും സ്റ്റാർട്ട് ചെയ്ത് നമ്മളും ഒരു ആക്ടറാണ്. അപ്പം നമ്മൾ വന്നതിൽ നിങ്ങൾക്ക് വാല്യൂ കാണുന്നില്ല, നിങ്ങൾ ആരെയാ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ഞാനും ആ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളപ്പോ ആരെയാണ് അത് മാത്രമല്ല, വിളിച്ചോണ്ട് ഇരുത്തിട്ട് ആര് വന്നില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം, എന്താ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ സ്റ്റാർ വാല്യൂസ് അല്ലേ നോക്കുന്നത്, അതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന അപ്പൊ എനിക്ക് പോലും തന്നിട്ടില്ല എന്നല്ലേ? ഇത് ശരിക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഈ ഒരു കലിപ്പുണ്ടാക്കുന്നത് നിങ്ങൾ പത്രക്കാർ പുറത്തു കൊടുത്ത് ഈ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്തെടുക്കണം പ്ലീസ്. അല്ല പറയാം. ചേട്ടാ ഞാൻ ഓപ്പണായിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. എല്ലാവരും എന്നെ വിളിച്ച് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഒരിക്കലും അവരൊക്കെ എൻ്റെ കൂടെ സഹകരിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഇവരെല്ലാം സഹകരിച്ച ആർട്ടിസ്റ്റാണ്. എനിക്ക് കണ്ടച്ച് എനിക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ച് എനിക്ക് ഇത് തള്ളിപ്പറയാൻ പറ്റത്തില്ല. എല്ലാവരും എൻ്റെ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആ പോസിറ്റീവ് സൈഡല്ല ഞാൻ പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ തിരക്ക്, എനിക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് തിരക്കുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നടങ്കം എനിക്ക് അങ്ങനെ ആക്ഷേപിച്ചോ അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റത്തില്ല. അല്ല വിഷമം അല്ല, നിങ്ങൾ ചോദിച്ചത് തെറ്റൊന്നുമില്ല, ചോദിക്കാം, തെറ്റൊന്നുമില്ല. അല്ല അത് വിഷമമായതല്ല. ഷീ വാസ് ആക്ച്വലി ട്രൈങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. അത് അവർ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം 3 സിനിമകൾ ചെയ്തു, ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ അമ്മയിൽ പോലും മെമ്പർഷിപ്പ് വേണമെങ്കിൽ 3 സിനിമ ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. അപ്പോൾ ലോജിക്കലി പറയുമ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്ത് അതിനെ ഒരു നെഗറ്റീവ്, കാരണം ഇത് ഒരു സത്യാവസ്ഥ പറയാം. കുറച്ച് കാസ്റ്റിങ്ങിന് വരുമ്പോഴേ ഇത് തന്നെയാണല്ലോ നമ്മൾ സ്റ്റാർ വാല്യൂസ് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റാർ വാല്യൂസ് കൊടുക്കുന്നതിനെക്കാട്ടിലും അതുപോലെ തന്നെ കാലിബറുള്ള പലരും ഉണ്ട് മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞേ. അല്ല, കുറച്ചു മുമ്പ് ഇദ്ദേഹം ചോദിച്ചു എവിടെ നിങ്ങൾ. അപ്പൊ ഈ എവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എവിടെ രഞ്ജി പണിക്കർ, എവിടെ നോബി, എവിടെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. കാരണം വലിയ മുഖങ്ങളില്ല. പക്ഷേ അവർക്ക് എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളുണ്ട്. അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ നല്ല വലിയ മൂവികളുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. അവിടെ ഒരു കാര്യം പറയാം. ആ പറഞ്ഞോണ്ട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞിട്ടെ, ഞാനിപ്പോൾ ഇന്ന് വന്നതിൻ്റെ കാര്യം എന്താ, എനിക്ക് ഇന്ന് വർക്കില്ല. എനിക്കിപ്പോൾ ഇന്ന് വർക്ക് അവിടെ കോഴിക്കോടോ എറണാകുളത്തോ എവിടെയെങ്കിലാണ് വർക്കെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ? അല്ല, ഇതിൽ വരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ സിനിമ ഇന്നത്തെ ഡേറ്റ് അത് ക്യാൻസൽ ചെയ്ത് മുൻകൂട്ടി ഒരു തീരുമാനം നേരത്തെ ചോദിച്ചതുപോലെ സിനിമയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വയ്ക്കും.
സിനിമ കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരണം എന്നൊരു എഗ്രിമെന്റ് ഇതിലെ- ആ തമിഴിലുണ്ട് എന്നിട്ട് പൈസ കൊടുക്കുള്ളൂ. പ്രൊമോഷൻ വന്നാലേ ബാക്കി പൈസ കൊടുക്കും. ഇതില് കഴിഞ്ഞ ദിവസം ദീപു കരുണാകരൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ദീപു തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഭൂതത്തെ തുറന്നു വിട്ടു, അത് അറിയാതെ പറഞ്ഞു പോയതാണ്, പക്ഷെ അത് എനിക്ക് പേഴ്സണലിയും ഗുണം ചെയ്യില്ല. ഇനി ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, ആ സിനിമ ഇനി ഇറങ്ങാൻ പോകുന്നുള്ളൂ, മിസ്റ്റർ ആൻഡ് എന്താ മിസ്സസ് അപ്പോൾ ആ സിനിമ മെയിൽ ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇനി എനിക്ക് അനശ്വര രാജൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവരോട് പോയിട്ട് പ്രൊമോഷൻ വരണമെന്ന് പറയാൻ പറ്റില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവൻ കാണിച്ച ചങ്കൂറ്റം അതാ സത്യം. കാരണം ആൾ പറയുന്നത് ഇത് സിനിമയ്ക്കും ഗുണം ചെയ്യില്ല, എനിക്കും പേഴ്സണലി ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അവരും അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. എനിക്ക് ഡിപ്ലോമാസിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല പക്ഷെ അവിടെ അതെ അങ്ങനെ ഒരു മാറ്റം വരേണ്ടതാണ്. എന്തായാലും ഇനി ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് ചർച്ച ഇങ്ങനെ നീണ്ടു പോകും. ഇനി അടുത്ത ആഫ്റ്റർ ലഞ്ച് ഒരു സെഷനൊക്കെ വെക്കേണ്ടി വരും. ഞാൻ ഇടപെട്ടോട്ടെ. അല്ല ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ പറയുമ്പോൾ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സീരിയൽ പോലെ എടുത്തു വെച്ചേക്കുന്നു. സീരിയൽ പോലെ എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ ഇത്ര പുച്ഛം എന്താ? നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് 13 എപ്പിസോഡിന്റെ ദൂരദർശൻ കണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ സീരിയലിനെ നിങ്ങൾ അങ്ങനെ അത്ര നെഗറ്റീവായിട്ട് വെറുതെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു സംഭവം അല്ലല്ല, വെറുതെ ഒരു സീരിയൽ പോലെ എടുത്തു വെച്ചിരിക്കുന്നു എന്നങ്ങ് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് യൂസ് ചെയ്യുന്നു. ഈ ഞാൻ ഒരു കാര്യം ഇവിടെ സന്തോഷ് പണ്ഡിറ്റിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. കാരണം അയാൾ എന്നോട് ഒരു ദിവസം, ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുക, ഇറക്കാൻ മടി. അപ്പം ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോസ്ജി നിങ്ങൾ ഈ ഫിലിം ഡയറക്ഷനൊക്കെ പഠിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇത് ഡയറക്റ്റ് ചെയ്ത് ഈ സാധനം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഇറക്കൂ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ സബ്ജക്റ്റ് കറക്റ്റ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, ഒരു പ്രശ്നമില്ല, ഇടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറയുന്നതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് ഒരു കമൻറ്റ് ഇടണം, ഞാൻ നിനക്ക് ഫുൾ ക്യാമറ യൂണിറ്റ് ലൈറ്റ് സെറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തരാം, 15 മിനിറ്റ് മനുഷ്യന് മനസ്സിലാവുന്ന ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചതാണ്. പറ്റില്ല, അത് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഈ കഴിവില്ലാത്തവർ വന്ന് ഇതുപോലത്തെ എന്ത് വിവരക്കേടുകളും പറയും. ഇഗ്നോറൻസ് ആണ് ബെസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, സീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് സീരിയലിന്റെ നന്മയും തിന്മയൊക്കെ വേറെ ചർച്ചകളാവുന്ന കാര്യങ്ങളാണ്. അതിപ്പോ ഞങ്ങള് ബിഗിനേഴ്സ് അല്ലേ, ഞങ്ങള് ബിഗിനേഴ്സ് ആണ്. ഞങ്ങളിപ്പം വന്ന് കാല് വെച്ചിട്ടേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇപ്പം പറ്റത്തില്ല. കാരണം ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ റെസ്പെക്ട്, ഒരേ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനാള് അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പോസ്റ്റേഴ്സിൽ നോക്കൂ. ഞാൻ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതിനകത്ത് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഫേസ് മാത്രമല്ല വെച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിച്ചവരുടെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട് പറ്റുന്നത്. കാരണം വെക്കാൻ വഴിയില്ല. ഇല്ലെങ്കിൽ ഒരു 6 ഫീറ്റിന്റെ പോസ്റ്റർ ഞാൻ 12 ഫീറ്റ് ആകണം. അത്രയും ഇതിനകത്ത്. ഇവിടെ ആത്മസഹോ എന്ന സിനിമയുടെ കുറിച്ചുള്ള ചർച്ചയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷന് വരാത്തതിന്റെ കാരണമാണോ, എന്താണ്? സഹോദരൻ വന്നൊരു കമന്റിന്റെ അടിസ്ഥാനത്തിൽ പറയണേ, ഈ ചാർലി ചാപ്ലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസ് എല്ലാവരും കാണുന്നവരാണ് അല്ലേ, കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് ഇപ്പോഴും ഇഷ്ടമാണ്. നമ്മള് എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ടിരിക്കും. അപ്പൊ സിനിമയ്ക്ക് വേണ്ടത് സീരിയൽ ഫ്രെയിമോ അല്ലെങ്കിൽ സിനിമ ഫ്രെയിമോ അങ്ങനെ ഒന്നുമല്ല. ജനങ്ങളിൽ എത്തുന്ന ഒരു കണ്ടന്റ് കിട്ടുക, ജനങ്ങൾ അത് ആസ്വദിക്കുക. അത് ഫ്രെയിം എങ്ങനെ ഇരുന്നാലും അല്ല അത് പറഞ്ഞുതരാം. ടിക്കറ്റ് വാല്യൂ ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പൊ മുളകിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഉള്ളിക്ക് എത്ര? മറാത്ത മന്ദിറിൽ നടക്കുന്ന നാടകങ്ങൾ, അനുപം ഖേർ എല്ലാം അഭിനയിക്കുന്ന മറാത്ത മന്ദിറിൽ നടക്കുന്ന നാടകങ്ങൾക്ക് 1000 രൂപ ടിക്കറ്റ് ഉണ്ട്, ഫുൾ ഹൗസിൽ കാണാറുണ്ട്. ഇനി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മഹാസാഗരം, പ്രശാന്ത് നാരായൺ സാർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം നമ്മൾ ഇവിടെ ടാഗോറിൽ പ്രസന്റ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് മഹാസാഗര MTയുടെ പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ സുരഭി ലക്ഷ്മിയാണ് അന്ന് നായിക. എല്ലാവരും ഉണ്ട്. ഏകദേശം 35 ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന നാടകം. 1000 രൂപ, 500 രൂപ, 300 രൂപ ടിക്കറ്റ്. 1000 രൂപ, 500 രൂപ, 300 രൂപ. അന്ന് ആ പ്ലേ കാണാൻ ടാഗോറിൽ വന്നവർക്ക് അറിയാം, ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയരുത്. ഇപ്പോഴും അങ്ങനെ പ്ലേ നടക്കുന്നുണ്ട്. അങ്ങനെ തിയേറ്റർ പ്ലേസ് ആർ റോയലി ഗോയിങ് ഓൺ വിത്ത് ഹൈ പ്രൈസിങ്സ്. അത് നമ്മുടെ തെറ്റായ ചിന്തകളാണ്, വിഷ്വൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞതുമല്ല, സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന സിനിമ സെക്കൻഡ് ഡേ ഹോൾഡ് ഓവർ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഫാക്ടർ ഒന്നുമല്ല.
അപ്പോൾ അതുകൊണ്ട് നാടകങ്ങൾക്ക് വരെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഹിന്ദിയിൽ നമുക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയാൽ ആ തിയേറ്റേഴ്സിലെ പ്രൈസിങ് അത്ര ഹൈ ആണ്. ഇവിടെ സിനിമയ്ക്ക് നമ്മൾ 150 രൂപ 250 രൂപ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. സിനിമ ഇസ് ആർട്ട്, ഇറ്റ്സ് എ ക്രിയേറ്റീവ്. സമാധാനമല്ല. അതെ, അല്ല എന്തായാലും ആത്മസഹോ എന്ന സിനിമ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അത് നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ഒരു മീഡിയാസ് ആണ്. തീർച്ചയായിട്ടും ഇല്ല, ഞാൻ പേടിക്കുന്നില്ല. അയ്യൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത്രയും നല്ലൊരു സിനിമ ഇല്ല, ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്ക് പെറോട്ട പിടിക്കും, ഓരോർക്ക് ചപ്പാത്തി പിടിക്കും, ഓരോർക്ക് ഫ്രൈഡ് റൈസ് പിടിക്കും. അത് ഓരോരുത്തരുടെ ചോയ്സാണ് അല്ലേ. ഇപ്പോൾ കാണുന്ന ഒരാളോ 2 ആളോ അല്ലെങ്കിൽ 10 ആളോ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ സിനിമ മോശമാവുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനെ ബിസിനസ്സിനെ ബാധിക്കുമായിരിക്കും. അതെല്ലാം ഡിഫറൻസ് മറ്റുള്ള അതൊരു പ്രൈമറി ഫാക്ടറായിട്ട് ഞാൻ വെക്കുന്നില്ല. അത് ഒരാളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ പോവുകയാണെങ്കിലും ചിലർക്ക് ഒരു പർട്ടിക്കുലർ ഡിസൈൻസ് പിടിക്കും, ചിലർക്ക് പിടിക്കൂല. അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. ഇപ്പം അതുകൊണ്ട് റിവ്യൂസ് പറയാൻ പാടില്ലെന്നല്ല, റിവ്യൂസ് പറയട്ടെ. പറയുമ്പോൾ എൻ്റെ കുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാം, ഞാൻ എടുക്കും. അതിനകത്തുള്ള നല്ലത് അത് ഞാൻ പറയട്ടെ. ഡയറക്ടർ എന്നുള്ളതിൽ ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവരും വന്ന് പറയും സൂപ്പറായിരുന്നു. ഞങ്ങളത് നമ്പൂല, ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങളെ താങ്ക് യു പറഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന അതിൻ്റെ വീഡിയോ വരും. വീഡിയോ ഇട്ട് കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങൾ പഠിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എത്ര പേര് കെട്ടിപ്പിടിച്ച് വാവ് സൂപ്പർ എന്ന് പറഞ്ഞ് ബാഗിൽ പോയിരുന്നത് എന്തോന്നടേ അങ്ങനെ പറ. ഇതൊക്കെ ഓ വാവ് സൂപ്പർ, ഓ ഇത് നടക്കുന്ന കാര്യമാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയും സൂപ്പറായിരുന്നു, എന്തായിരുന്നു ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവനെ രക്ഷപ്പെടാൻ പാടില്ല. ഇത് ഈ സമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. ഒരുത്തൻ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു പോവോ എന്നുള്ള പേടിയാണ്. അത് ഞാൻ സിനിമ എന്ന് മാത്രമല്ല പറയണത്, എല്ലാ ഫീൽഡിലും ഉണ്ട്. എന്നാൽ പോസിറ്റീവായിട്ട് ഉറപ്പായിട്ട് പറയാം, ഒരു സിനിമയിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് പോയിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഫിലിം ആവട്ടെ പാട്ടാവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെന്ന് പറയുന്നത് എൻ്റർടൈനറാണ് അല്ലേ, എൻജോയ് ചെയ്യാനല്ല പോകുന്നത്. നമ്മൾ അവിടെ ഒരു 100 സംവിധായകരുണ്ടാവും, ഒരു പാനൽ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. ഈ ജഡ്ജ്മെൻറ്റിലൊന്നും തെറ്റുകുറ്റങ്ങൾ പറയട്ടെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പറയല്ലേ, ആർക്ക് വേണം അഭിപ്രായം പറയാൻ പാടില്ല എന്നല്ല. പക്ഷെ ചില പർപ്പസായിട്ട് ഉള്ള നമുക്കറിയില്ലേ, ഇപ്പം നമ്മൾ ഹൃദയം തുറന്ന് കാണിച്ചാലും ഇവൻ്റെ ഹൃദയം കരിങ്കല്ലാണെന്ന് പറയുന്നവരടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പം ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? പറയണം. എല്ലാ ഭാഗങ്ങളും നേരുന്നതോടൊപ്പം ഇതിനകത്തൊരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ പാട്ട് എഴുതിയ ആൾക്കോ പാട്ടിനോ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ എന്നുള്ള കോൺഫിഡൻസ് താങ്കൾക്കുണ്ടോ? എനിക്ക് പാട്ടും BGM ഓക്കെ, പാട്ടുകൾ നല്ല 2 പാട്ടുകൾ വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ഇനി എത്തിപ്പെടണം. മീഡിയ അല്ലേ? തീർച്ചയായിട്ടും കോമഡി നടനുള്ള അവാർഡ് ചിലപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് അരിസ്റ്റോ ചേട്ടന്റെ ഒരു മറ്റേ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞതിന് ശേഷം കുറെ കോമഡി കൂടുതലുള്ള ഒരു പടമാണെന്ന് ഉള്ള അത് ഞാൻ പറയുന്നതല്ല, കണ്ട ആൾക്കാർ തന്നെ. ഇതിനകത്ത് ഞാൻ ഇതിന്റെ വേറൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. ആക്ച്വലി ചില ആർട്ടിസ്റ്റുകൾ 5 ദിവസം ഉണ്ടായിരുന്നു, ചില ആർട്ടിസ്റ്റുകൾ 6 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിന്. എല്ലാവരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, 6 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചിന്ത ഇപ്പം എനിക്കും ഉണ്ടാവും ആ ചിന്ത. പക്ഷേ ഈ ആർട്ടിസ്റ്റുകളെ ഓരോ ഇതിനകത്ത് അഭിനയിച്ച നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും, ഓരോ കഥാപാത്രവും അത് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു, അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് ടീമിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ന്യൂ കമേഴ്സ് ഉണ്ട്, പുതുതായിട്ട് വന്ന ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതൊരു എന്താ പറയണ, നമുക്ക് അത്രത്തോളം വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ ഈ സിനിമ. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. നിങ്ങൾ മീഡിയാസിന് സപ്പോർട്ട് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയും സിനിമകൾ വരണം, ഉണ്ടാവട്ടെ.